ഒരു ചില്ല് കല്യാണം കൂടാല്ല, നമ്മുടെ ചേച്ചിയുടെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീട്ടിലെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കുഞ്ഞു കൊച്ചിനുണ്ടോ, അയ്യോടെ എന്തൊരു രസമാണെന്നറിയാം ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിക്ക് പോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മച്ചാൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തിട്ടാ ലുക്ക് വാളിച്ചിരിക്കട്ടാ. ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. പള്ളിയിലെത്തിയപ്പോൾ മുതൽ ആ കാറിൽ തന്നെ ഇരിക്കട്ടെ എന്തിനാ ഫോട്ടോ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മേക്കപ്പ് ബോക്സ് മൊത്തമായിട്ട് ഇട്ടിട്ടായിട്ട് ഇവള് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടിന് സെർന്ന്. ചെക്കൻ്റെ സന്തോഷം നോക്കി, എന്താ സന്തോഷം. അയ്യാ സിംഗിൾസായി എന്നെ പോലെയുള്ളവർ കാണുമ്പോൾ എന്തിട്ട് വിചാരിക്കണെന്നറിയോ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. പാണ്ടിപ്പട സിനിമയിൽ പറയണ പോലെ എന്നെ ഉടലെണ്ണ എനിക്ക് ഉയരെണ്ണ എനിക്ക് അതുപോലെ കേട്ട പറയണ. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും, ലൈഫ് ലോങ് എന്തായാലും നമ്മൾ ഒരുമിച്ച് നേരിടുന്നൊക്കെ കേട്ട പറയണേ. അങ്ങനെ ചെക്കനും പെണ്ണ് ഇറങ്ങിയപ്പോൾ വേറൊരു കിടിലൻ എൻട്രി. ഇതങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ പൊന്നെ കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ. ഇജാതി ലുക്ക് സീനാണ്ട മച്ചാലൊരു വിഷയം തന്നെയാട്ടാ. ഇങ്ങനെ പെണ്ണും ചെക്കനും വീട്ടിലേക്ക് വന്ന് വീട്ടിലെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പെണ്ണും ചെക്കനും ഫോട്ടോ എടുത്തില്ല. അതിന് മുന്നേ ഇവിടെ ഒരുത്തൻ ഫോട്ടോഗ്രാഫി തുടങ്ങി. ഏതാണ്ട് അവൻ്റെ കല്യാണം പോലെയായിട്ട് അവൻ്റെ നിൽപ്പ് കണ്ട എനിക്ക് തോന്നണേ. കിടിലൻ എൻട്രിയോടുകൂടി പെണ്ണും ചെക്കനും വരണ വഴിക്ക് ആ സീനും ഈ മച്ചാൻ തന്നെ അങ്ങോട്ട് തൂക്കിയിട്ട് ഇയാള് സന്തോഷം കൊണ്ട് രണ്ടാളും കിടന്ന് തുള്ളി ചാടിക്കൊണ്ടിരിക്കട്ടെ. ഞാനാണെങ്കിൽ ഇവരുടെ വീഡിയോ എടുക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒപ്പം. എപ്പോഴാണ് ഇവരുടെ ചീത്താക്കാന്നൊരു പേടിയുണ്ട് മനസ്സിൽ. അങ്ങനെ പെണ്ണിന്റെ കസിൻസിന്റെ ഒരു കിടിലൻ ഡാൻസ് ആയിട്ട് കാണുന്നത്. മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക ഇതെന്നാട്ടോ. ചേട്ടനും ചേച്ചിയോട് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്തു. അത് കണ്ടപ്പോൾ അവരുടെ സന്തോഷമായിട്ടപ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഗിഫ്റ്റ് കൊടുത്തു. ചേച്ചി അടിയോട് കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോയിൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. എല്ലാരും വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. എല്ലാവർക്കും സ്നേഹം മാത്രം.